അനീഷ് കപ്പടിക്കാൻ പോകുന്നു എന്നൊരു സാഹചര്യം ഇപ്പോൾ നിലവിൽ ഉടുത്തിരിഞ്ഞു വന്നപ്പോൾ മുതൽ ഈ പറഞ്ഞ സ്ഥിരമായിട്ട് അനുമോളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന അപ്പാനി അല്ലെങ്കിൽ ഇപ്പോൾ പരിണാമം സംഭവിച്ച അക്ബർ ആർമികളും അനുമോൾ ആർമികളെല്ലാം അനീഷിനെതിരെ ആഞ്ഞടിക്കുകയാണ്. അനീഷിനെ ആർക്കും അറിയില്ലായിരുന്നല്ലോ, പിന്നെ ആദ്യത്തെ ദിവസം തൊട്ട് നീയൊക്കെ എങ്ങനെ അനീഷ് ഫാനായത്? ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഡേ അനീഷ് ആ ഹൗസിൽ കയറിയിട്ട് ആദ്യമായിട്ട് അവിടെ വന്നത് അനുമോള. അവിടെ അയാളുടെ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഓരോ കണ്ടസ്റ്റന്റും ആ വീട്ടിൽ വരുമ്പം അനീഷ് എന്ത് ചെയ്യുന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് മിനിറ്റ് മുതൽ ഏറ്റവും വലിയ ബ്രില്യൻറ്റ് ഗെയിം തുടങ്ങിയ ഒരാളാണ്. പിന്നെ ഇയാളെ അടിച്ചൊതുക്കാൻ വേണ്ടി എന്തെല്ലാം പണികളാണ് നോക്കി. ഇയാൾക്ക് OCD ആണ്, ഇയാൾ ജിൻഡോയുടെ കൂട്ട് മണ്ടനാണ്. ജിൻഡോയ്ക്ക് കപ്പ് കൊടുത്തു, ഒരു മണ്ടന് കപ്പ് കൊടുത്തു, ഇപ്പോൾ ഒരു പാടിന് കപ്പ് കൊടുക്കാൻ പോവാണ്. ജിൻഡോ മണ്ടനാണെന്ന് ആരാടോ പറഞ്ഞത്? സീസൺ 6 ഏറ്റവും ബെസ്റ്റ് കണ്ടസ്റ്റന്റ് അല്ലേ? ജാസ്മിനെ തോൽപ്പിക്കാൻ വേണ്ടി ജിൻഡോയെ എല്ലാവരും സെലക്ട് ചെയ്താന്ന് പറഞ്ഞു. ജാസ്മിനെ തോൽപ്പിക്കാൻ വേണ്ടി എന്തുകൊണ്ട് ജിൻഡോയെ സെലക്ട് ചെയ്തു? അനീഷ് എന്ന് പറഞ്ഞൊരു കോമണർ വന്ന ഡേ മുതൽ 18 സെലിബ്രിറ്റികളെ തൂക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൊവോക്കിംഗ് ഗെയിമാണ്. പിന്നെ ചിലവർ വരുന്ന ആദ്യത്തെ 2 ആഴ്ചത്തെ ഫയറേ ഉള്ളൂ, ഇപ്പോൾ ഒന്നുമില്ലെന്ന്. ഇപ്പോഴും ഗെയിമാണോ? ബിഗ് ബോസ് തന്നെ സെലക്ട് ചെയ്തില്ലേ ഈ പറഞ്ഞ മുഴുവൻ കണ്ടസ്റ്റന്റിന്റെ ഒരു മിത്രത്തെ, ഒരു ശത്രുവിനെ, അതുപോലെ തന്നെ അവരുടെ ഗെയിം സ്ട്രാറ്റജി കറക്റ്റായിട്ടല്ലേ അനീഷ് ചെയ്ത്. ഏറ്റവും അവസാനം അനീഷിന്റെ ഗെയിം സ്ട്രാറ്റജി ചോദിച്ചപ്പോൾ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയാം അനീഷിന്റെ ഗെയിം സ്ട്രാറ്റജി ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ആണെന്ന് ഇയാൾക്ക് പറയാൻ പറ്റത്തില്ല. ഇയാളത് പറയും എന്ന് പറഞ്ഞ് ആൾക്കാർ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അനീഷ് ഒറ്റ ഡയലോഗ് പറഞ്ഞത്, എൻ്റെ ഫ്രണ്ടാണ് ഷാനവാസ്, എൻ്റെ ഫ്രണ്ടാണ് ഷാനവാസ്, എൻ്റെ ഫ്രണ്ടാണ് ഷാനവാസ്. 3-4 പ്രാവശ്യം അത് പറഞ്ഞപ്പോഴത്തേക്ക് ബിഗ് ബോസിന് കാര്യം മനസ്സിലായി, ഇയാളെ ഒതുക്കാനൊക്കത്തില്ല.